അപ്പോൾ ഇന്നുകൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് സെഗ്മെന്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വേദിയിലേക്ക് ഇന്ന് എത്താൻ പോകുന്നത്, ഇതിനു മുൻപും ഇതേ വേദിയിൽ എത്തി നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗംഭീര സ്പെഷ്യൽ പെർഫോമൻസ് നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, മിസ്റ്റർ ബിനോയ് വിതുര. നമസ്കാരം. നമസ്കാരം. അപ്പോൾ രണ്ടാം തവണയാണ്. അതെ. യെസ്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ഇന്ന് താരങ്ങളുടെ ശബ്ദമാണ് ഞാൻ അനുകരിക്കാൻ പോകുന്നത്. ആദ്യം ഇതിലേതാണ്? ആദ്യമായിട്ട് മിന്നാമിനുങ്ങെ എന്ന പാട്ട് ജാനകിയമ്മ പാടിയാൽ എങ്ങനെയായിരിക്കും? ഓക്കെ, മണിച്ചേട്ടന്റെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു സോങ് ജാനകിയമ്മ പാടിയാൽ എങ്ങനെയുണ്ടായിരിക്കും? അല്ലേ? സൂപ്പർ. അടുത്തതായിട്ട് അസീസ് എന്ന താരത്തിൻ്റെ ശബ്ദത്തിൽ നിന്നും അരിസ്റ്റോ സുരേഷ് എന്ന മുത്തേ പൊന്നെ ആ പാട്ട് പാടിയാൽ ആ രണ്ട് ശബ്ദം മോർഫിംഗ്. ഓക്കെ. താൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലിയെന്ന് കേട്ടു. ശരിയാണോ നാപ്പത്തിന്? താൻ വെറും സർക്കിളാ, വട്ട പൂജ്യം. അതിനകത്ത് നിന്നുള്ള കളിയൊക്കെ മതി. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്ത് കുറ്റം ചെയ്തു ഞാനെന്തിനു പെണ്ണെ, നിനക്കെന്തു പിണക്കം? നീ എൻ്റെ കരളല്ലേ. മാരൻ്റെ മാറിൽ മയക്കം കൊള്ളുമ്പോൾ നീ എൻ്റെ കുളിരല്ലേ. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ? താനെ തന്നന്നെ 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 താനെ തന്നന്നെ തന്നന്നെ തന്നന്നെ. ശരിക്കും വെറൈറ്റി ആയിട്ട് തന്നെയായിരുന്നു ആ ട്രാൻസിഷൻ, നല്ല ഭംഗിയായി. അതെ. അടുത്തതായിട്ട് നമ്മുടെ പരിസരങ്ങളിൽ തന്നെ, എൻ്റെ വീടിൻ്റെയൊക്കെ ആ പരിസരത്തിൽ വിമല എന്ന് പറയുന്ന ഒരു ചേച്ചി സുന്ദരിയെ സുന്ദരി എന്നുള്ളൊരു പാട്ട് പാടും. പുള്ളിക്കാരി ഭയങ്കര ഒരു ഗായികയാണ്, പക്ഷെ ഏത് പാട്ടും പാടും. ആ ചേച്ചി പാടിയാൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അതായത് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള വിമല ചേച്ചി സുന്ദരി സുന്ദരി എന്നുള്ള പാട്ട് പാടും. ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് കേട്ടാ മനസ്സിലാവും ഇത് വിമല ചേച്ചിയാന്ന്? അല്ലല്ലേ, ഈ പാട്ട് ഒരു കോമഡി പാട്ടാണ്. അദ്ദേഹം പാടുന്നതിന്റെ ആ ഒരു ശൈലിയാണ്. ഓക്കെ. ഒരു സുന്ദരോ പൊന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. ഒരു സുന്ദരോ ഒരു സുന്ദരോ ഒരു സുന്ദരോ പൊന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. അടുത്ത മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു മോർഫിംഗ് തന്നെയാണ്. നമ്മുടെ അച്യുതാനന്ദൻ, രഘുവരൻ, കമൽഹാസൻ, അങ്ങനെ ഒരു ചെറിയൊരു മോർഫിംഗ് സംഭവമാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. அரசியல் சம்பந்தமாக நாம் பேச மாட்டேன். உங்கள் கடமை எங்கள் சேவை என்பதை மக்கள் அறிய வேண்டும் என்று நான் நினைக்கின்றேன் എന്ന് പറയുമ്പോൾ വളരെ ശക്തവും വ്യക്തവുമായി പറയുകയാണെങ്കിൽ ஆண்டனி பேட் நியூஸ். எப்பா ஒரு நாளுக்கு கண் முதல் வந்து நிற்பாங்களா? மன்னிக்கு இருக்கிற ஜீசஸ் கிரைஸ்ட் இல்லை, வாழ்க என்பது ஒன்றுதான் இருக்க. അടിപൊളി. അടുത്തതായിട്ട് മറ്റൊരു ശബ്ദമാണ് കാക്ക. കാക്ക പലതരത്തിൽ വിളിക്കുന്ന ഒരു വോയിസ് ആണ്. അപ്പോൾ നമുക്ക് അന്ന് ശ്രദ്ധിക്കാം. കാക്ക ആദ്യമായിട്ട് സാധാരണ നാടൻ കാക്ക, അത് കഴിഞ്ഞ് ബലിക്കാക്ക, അത് കഴിഞ്ഞ് നമ്മുടെ പല ശബ്ദങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കാക്കയുടെ ശബ്ദം ഒരു വെറൈറ്റിയാണ്. അത് ബലിക്കാക്ക പോലെ തന്നെ മറ്റൊരു കാക്കയാണ്. അത് കഴിഞ്ഞ് ഈ കാക്ക വിരുന്ന് വിളിക്കുന്നു. അടുത്ത് മറ്റൊരു സംഭവം, ഈ വോൾട്ടേജ് ഇല്ലാത്ത ടി വി. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ വോൾട്ടേജ്, പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഉണ്ട്. വോൾട്ടേജ് ഇല്ലാത്ത സമയത്ത് ഒരാൾ
എന്തെങ്കിലും നമുക്ക് കാണണമെങ്കിൽ പുറത്തൊരാളെ ഈ ആൻറ്റിനെ തിരിക്കാൻ വേണ്ടി നിർത്തണം, ആ എന്നാലേ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ അതെ പറ്റും. അപ്പോൾ ആ വോൾട്ടേജ് ഇല്ലാത്ത ടി വി എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമസ്കാരം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് അപ്പോൾ ഇത് ശകലം ഒന്ന് കറക്റ്റ് ആകുമ്പോൾ ഈ കഴുത്തിന് താഴോട്ട് കുറച്ച് ക്ലിയർ ആവും ആ വാർത്ത വായിക്കുന്ന സമയത്ത്. പഴയകാല ഓട്ടോറിക്ഷ ആ എൻ്റെ ഹാണെന്ന് പറയുമ്പോൾ അത് വേറൊരു വെറൈറ്റിയാണ് ആ ഒരു സൗണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. അപ്പോൾ റേസ് ചെയ്യുന്നതോറും ഈ ശബ്ദം കൂടും. സംഭവം ഹോണിൻ്റെ സൗണ്ടാണ്. അത് കഴിഞ്ഞ് ഈ ഓട്ടോറിക്ഷ തന്നെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഓട്ടോയിൽ തന്നെ മറ്റൊരു ശബ്ദം, ഓക്കെ മറ്റൊരു ഹോണിൻ്റെ സൗണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടുമൃഗങ്ങളിൽ തന്നെ ഇറുമുൾ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. ഇരുമൽ. ആ ഇറുമുള്ള് എന്ന് പറയുന്നത് കോഴിക്കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. ആ ഓക്കെ. ഓക്കെ. അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി സംഭവമാണ്. പട്ടികളുടെ കുറച്ച് ശബ്ദം ഞാൻ ഇവിടെ അനുകരിച്ചിരുന്നു, എന്നാലും വിട്ടുപോയിട്ടുള്ള കുറച്ച് വിട്ടുപോയ ചില പട്ടികൾ അത് ഞാനിവിടെ ചെയ്യാൻ പോവുകയാണ്. ശരി. അൽസേഷ്യൻ. ആ ഓക്കെ. പിന്നെ ഈ പട്ടിയെ കെട്ടിയിടുന്ന സമയത്ത് അത് ഓരിയിടുന്നത്. പാവം തോന്നുന്ന പട്ടിയോട്. കപ്പിയും കയറും. ഓക്കെ. അതിന്റെ ശബ്ദം നമുക്ക് നോക്കാം. അത്യാവശ്യമായിട്ട് ഇതിന് കുറച്ച് എണ്ണ ഇടണം. നന്നായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നല്ല ഗംഭീര പെർഫോമൻസ്. ലാസ്റ്റ് ടൈമിലെ കഴിഞ്ഞും ഒരു പടിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് ബിനോയ് നമുക്ക് വേണ്ടിയിട്ട് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ചേട്ടാ വളരെ നന്നായിരുന്നു, ഒരുപാട് ചിരിച്ച്. വെറൈറ്റി ശബ്ദങ്ങളായിരുന്നില്ല. എനിക്ക് ആദ്യം ചെയ്ത പാട്ട് നമ്മുടെ മണിച്ചേട്ടൻ്റെ പാട്ട്, അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ പാട്ടിനായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു വളരെ നന്നായിരുന്നു. നല്ല വെറൈറ്റി ഉണ്ടായിരുന്നു, നമ്മൾ കേട്ടിട്ടില്ലാത്ത സംഭവങ്ങളായിരുന്നു എല്ലാം. ഗുഡ്, അടിപൊളി അടിപൊളി. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇപ്പം ചെയ്തത് പട്ടിയുടെയും പിന്നെ വേറൊരു എന്താ പക്ഷിയുടെ പേരെന്താ, ഇറുമുള്ളെന്ന് പറയുന്നത് കോഴിക്കുഞ്ഞിനെയൊക്കെ അതിന്റെ സൗണ്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ പക്കയാണ്, അതെല്ലാം കറക്റ്റാണ്. ഈ പുള്ളി ചിരിച്ച എന്താണെന്നറിയോ? അപ്പം ഇത് അടുത്തത് എന്താന്ന് അശ്വതി ചോദിക്കുമ്പോൾ നന്നായിരുന്നു. അല്ല ഞാൻ ശ്രദ്ധിക്കണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു അത് വളരെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അതെ, പുള്ളിയെ സമ്മതിച്ചു തന്നു. അല്ല അറിയാതെ അത് സംഭവിച്ചു. അറിയാതെ വീഴുന്നത് അത്. അതെ, അടുത്ത് എന്തെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെ അതെ എനിക്ക് മനസ്സിലായത്. അടുത്ത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്. ഓക്കെ ബിനോയ്, താങ്ക് യു സോ മച്ച്. പുതിയ വെറൈറ്റികളുമായി വീണ്ടും വരിക.